ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു കിടുക്കാച്ചി ഒരു ഐറ്റമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കണേണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. മിക്കവർക്കും അറിയാമെന്ന് തോന്നണം. അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഒന്ന് ചെയ്ത് നോക്കാമല്ലോ എന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഇന്നാണ് അതിനുള്ളൊരു സമയം കിട്ടിയത്. അപ്പോൾ ഞാൻ ദേ ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ സൈഡിൽ ഇതെല്ലാം മാറ്റിയിട്ട് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് മിക്സിയുടെ ജാറിലോട്ട് ഇടണം കേട്ടോ. കാരണം ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളയണതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ മിക്സിയിൽ അടിച്ച് കഴിയുമ്പോൾ പിന്നെ അത് അരിക്കാൻ നടക്കേണ്ടി വരും. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡിൽ 4 ഇതും അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ബ്രെഡ് ചെറുതായിട്ട് അതിലോട്ട് ജാറിലോട്ട് ഇടണം. പിന്നെ അതിന് ശേഷം 2 മുട്ടയും പിന്നെ ഒരു കപ്പ് പാല്, പിന്നെ അത് കൂടാതെ പഞ്ചസാര ഒരു 3 സ്പൂൺ ഇട്ടോ. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. വെള്ളം പോലെ ആക്കിയെടുക്കണം കേട്ടോ. അത് കാരണം ഒരു തരി പോലും ഇല്ലാതെ വേണം അത് ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. പിന്നെ അതിന് ശേഷം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് പഞ്ചസാര ലയിപ്പിക്കാനുള്ളൊരു പണിയാണ് കേട്ടോ. ഇത് പക്ഷേ ആദ്യമായിരുന്നു ചെയ്തോണ്ടിരുന്നത്. എൻ്റെ പക്ഷേ ഒരു ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് ഞാൻ ആദ്യമേ ബ്രെഡിൻ്റെ പണിയിലോട്ട് പോയി. കാരണം നമ്മൾ പഞ്ചസാര നന്നായിട്ട് ഇതിലിട്ട് ലായനിയാക്കിയതിന് ശേഷം നമ്മൾ ചൂടാറാനെടുത്ത് വെക്കണം കുറച്ച് നേരം. ഒരു അരമണിക്കൂറോളം പിടിക്കും അതിന് ചൂട് പോകാനായിട്ട്. കാരണം അങ്ങനെ എടുക്കണതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനപ്പോൾ ഇതങ്ങനെ ചെയ്തുകൊണ്ട് കുറച്ച് നേരം കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് പഞ്ചസാര ഒരു 5 സ്പൂൺ ഇടാം കേട്ടോ. നന്നായിട്ട് ലായനിയാകണമെന്ന്. നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ അടുക്കി പിടിക്കാനും കരിയാനുള്ള നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കളറ് മാറി നല്ല ബ്രൗൺ കളർ ഇതേപോലെ ആയിക്കഴിയുമ്പോൾ നമ്മൾ ഒരു ബൗളിലോട്ട് എടുത്ത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കാരണം ഞാൻ എടുത്തു വന്നപ്പോൾ ഇത്തിരി പഞ്ചസാര കുറഞ്ഞു പോയി. കാരണം പാത്രം കുറച്ച് വലുതായിരുന്നു. അത് ഫുള്ള് കവർ ചെയ്യാനുള്ള കിട്ടിയില്ല. നമ്മൾ എടുക്കുമ്പോൾ കൂടുതലും വെക്കണ പാത്രം നന്നായിട്ട് കവർ ചെയ്യണ രീതിയിൽ എടുക്കണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ കാണുമ്പോഴും ഒരു രസമായിരിക്കുള്ളൂ. അപ്പം ഞാൻ പിന്നെ ഞാൻ ചെയ്തതിൻ്റെ പണിയുടെ ഇതാണ് ആ കിടക്കണത്. ചെയ്തു വന്ന മൊത്തത്തിലൊരു പണിയായിരിക്കുള്ളൂ ടേബിളിൽ. അതാണ് കേട്ടോ ഈ കിടക്കണത് സൈഡിലോട്ടെല്ലാം. പിന്നെ അതിന് ശേഷം അടിച്ചത് നന്നായിട്ട് ആ കാരമലൈസ് ചെയ്ത പഞ്ചസാരയിലോട്ട് ഞാൻ ഒഴിക്കണേട്ടാണ് കാണുന്നത്. സൈഡ് ഇതായിട്ട് എനിക്ക് കറക്റ്റ് അങ്ങനെ അതിൽ കറക്റ്റ് ചെയ്ത് കിട്ടിയില്ല അത്. കറക്റ്റ് ചെയ്തെടുത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അത് അളവെടുത്ത് നമ്മൾ ചെയ്ത് തന്നെ അതിന് കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ മതി അത്. അപ്പം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ മിക്സിയിലടിച്ചത് ആ പാത്രത്തിലോട്ടാക്കുക. പാനിലോട്ടാക്കിയിട്ട് മൈക്രോ ഓവനിൽ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. മൈക്രോ ഓവൻ ഇല്ലാത്തവർക്കാണെങ്കിൽ ആവിയിൽ വെച്ചൊരു 15 മിനിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോഴേക്കും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. മൈക്രോ ഓവനിൽ ചെയ്യണതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് നമുക്ക് അതിലും ചെയ്യാൻ പറ്റും. നമ്മൾ മൈക്രോ ഓവനിൽ ചെയ്യണമെങ്കിൽ ഒരു 10 മിനിറ്റ് മതിയാവും കേട്ടോ റെഡിയായി എടുക്കാനായിട്ട്. അപ്പോൾ റെഡിയായിട്ട് വന്നപ്പോൾ ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് പ്ലേറ്റിലോട്ട് തട്ടി. പിന്നെ പ്ലേറ്റിലോട്ട് തട്ടിയതിന് ശേഷം ഞാൻ നമുക്ക് ചൂടോട് കൂടിയും കഴിക്കാം, ഇത് തണുപ്പിച്ചും കഴിക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കേട്ടോ കഴിക്കണം.